നായർ സർവീസ് സൊസൈറ്റിയും SNDPയും ഒക്കെ ഒരു ഐക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡല്ല, 2-3 എപ്പിസോഡിന് ശേഷമുള്ള അടുത്ത ഒരു ശ്രമം ഐക്യത്തിനായുള്ള. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ സുകുമാരൻ നായർ വി ഡി സതീശനെ തെറി വിളിച്ചു. അതാണ് ഉണ്ടായത്. പല ഘട്ടങ്ങളിലായി സുകുമാരൻ നായർ പഴയ കഥകളൊക്കെ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പാടില്ലെന്ന് സതീശൻ പറഞ്ഞതൊക്കെ എടുത്ത് പ്രയോഗിച്ചു. ഇന്ന് NSSൻ്റെ ഡയറക്ട് ബോർഡ് യോഗമായിരുന്നു. അതിൽ വന്നൊരു തീരുമാനം, പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നു. NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുമാകില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാൽ. മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നത് എന്ന് ഒപ്പ് G. സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി, നായർ സർവീസ് സൊസൈറ്റി. അതിൻ്റെ ചുരുക്കത്തിൽ പറയാതെ പറഞ്ഞത്, ഈ പത്രക്കുറിപ്പിൽ ഇല്ലാത്തൊരു കാര്യം, തുഷാർ വെള്ളാപ്പള്ളി അച്ഛൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വിടേണ്ടതില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞു. കോർഡിനേറ്ററായിട്ട് ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി വരേണ്ടതില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഐക്യശ്രമം മാറ്റുന്നു. കാരണം ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് BJPയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് പറയുന്നത്, ഹിന്ദു സംഘടന തമ്മിൽ ഐക്യം അത് അനിവാര്യമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ സംഘടനയിലേക്ക് ഞങ്ങൾ വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ പോകുന്നു എന്നൊരു സന്ദേശം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ലഭിച്ചപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചു. പെരുന്നേലിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് വന്നിരുന്നു എന്ന് പറയുന്നു. ആരും വന്നില്ല. പക്ഷേ ഇടത് ചായ്വിൽ നിൽക്കുന്ന സുകുമാരൻ നായരുടെ NSS സമുദായത്തിനല്ല, സുകുമാരൻ നായരുടെ NSSന് ഇടത് ചായ്വ് തൽക്കാലം മാറ്റാൻ പറ്റില്ല. അതാണ് ഈ സംഭവിച്ചത്. കാരണം BJPയിലേക്ക് പോകുന്നു, തുഷാർ വെള്ളാപ്പള്ളി വന്നാൽ BJPയിലേക്ക് കൊണ്ടുപോകുന്നൊരു ഭയം CPMന് വന്നതോടെ ആ ഭൂരിപക്ഷ നായർ സമുദായത്തെ വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, SNDP NSS ഐക്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഒരുമിച്ച് നിർത്തിയില്ലെങ്കിലും അവർ BJP പക്ഷത്തേക്ക് പോകരുതെന്നൊരു വാശി, അതുകൊണ്ടുള്ള CPM തന്ത്രമാണ് ഇവിടെ ഇപ്പോൾ ഈ ഐക്യം തൽക്കാലം വേണ്ട എന്ന് സുകുമാരൻ നായരെ കൊണ്ട് ഡയറക്ടർ ബോർഡിനെ കൊണ്ട് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായിരിക്കും അതിന് പിന്നിലെ മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ? ഈ NDPയും NSSും SNDPയും എന്ന് പറയുന്നത് മോരും മുതിരയും പോലെയാണ്. രണ്ടിലും മായും രായും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഒരുമിച്ച് പോകുന്ന ഒരു സാധനമല്ല എന്നുള്ള കാര്യം ഇതിൻ്റെ ഉത്ഭവത്തിലേ അറിയാമെന്നുള്ള കാര്യം ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളും ചില കാര്യങ്ങളും ഉണ്ട്. ചട്ടമ്പിസ്വാമിയും മന്നത്ത് പത്മനാഭനും ഉയർത്തിപ്പിടിച്ച ചില കാര്യങ്ങളും ചില സാഹചര്യങ്ങളും ഉണ്ട്. അവ എല്ലാം ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചേർന്ന് അന്നേ ഒരുമിച്ച് ചേർന്ന് ഒരു സമുദായ മുന്നണി രൂപീകരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടായ ഒരു വിഷയം, ഈ SNDP രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഈഴവർ എന്ന് പറയുന്ന സമുദായം കേരളത്തിലെ ഹരിജനങ്ങളെക്കാളും പുറകിലായിരുന്നു പല കാര്യങ്ങളിലും. സാമ്പത്തികമായിട്ടായാലും സാമൂഹ്യപരമായിട്ടായാലും മറ്റ് എല്ലാ കാര്യങ്ങളിലും അവർ കേരളത്തിലെ ഹരിജന സമുദായത്തെക്കാളും ഒരുപാട് പുറകിലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 50 വർഷം 70 വർഷം കൊണ്ടുള്ള അവരുടെ നേട്ടം എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നായർ സമുദായത്തെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിൽ അവർ പല കാര്യങ്ങളിലും മുന്നേറിക്കഴിഞ്ഞു. സംവരണം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഐക്യം പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചായിരുന്നു. അടുത്ത ദിവസം തന്നെ KPMSൻ്റെ ഒരു നേതാവ് ചോദിച്ചു, സംവരണം വേണ്ട എന്ന് SNDP തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. അതാണ് അതിൻ്റെ ആ ഒളിയമ്പെന്ന് പറയുന്ന സാധനം. കാര്യം ഹിന്ദു മതത്തിലെ വിവിധ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കാനും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് സംവരണം. അപ്പോൾ സംവരണം നിലനിൽക്കുന്നിടത്തോളം കാലം ഹിന്ദു സമുദായത്തിലെ നമ്മൾ നായർ തൊട്ട് നായാടി വരെ എന്നൊക്കെ പറയുമെങ്കിലും, നമ്പൂരി തൊട്ട് നായാടി വരെ എന്നൊക്കെ പറയുമെങ്കിലും ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഹിന്ദു പാർലമെൻറ്റുകാരും ഒരുപാട് ശ്രമിച്ചതാണ്. ആദ്യം ഈ ഒരു കമ്മിറ്റിയിൽ നമ്മുടെ ഇദ്ദേഹം തന്നെയാണ്, നമ്മുടെ CP സുഗതനും വെള്ളാപ്പള്ളിയും കൂടെ ചേർന്നാണ് നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത്.
ഉണ്ടാക്കിയവർ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. CP സുഗതനൊക്കെ ഈ ശബരിമലയുടെ വിഷയത്തിൽ പിന്നെ വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് യോജിക്കാതെയാണ് പോയത്. അപ്പോൾ ഇത് ഒരടിസ്ഥാന വിഷയമാണ്. ഇനി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞു തരേണ്ടത് NSSൻ്റെ ഭരണഘടനയിൽ എവിടെയെങ്കിലും സമദൂരം എന്ന വാക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നെഹ്റു എന്ന് പറയുന്ന കാപ്പട്ടിക്കാരൻ ഉപയോഗിച്ചൊരു വാക്കാണ് ചേരി ചേരാ നയം. എന്നിട്ട് എവിടെ ചെന്ന് കിടക്കും? റഷ്യയുടെ മടിയിൽ ചെന്ന് കിടക്കുന്നതിന് അയാൾ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ചേരി ചേരാ നയം. ആ വാക്കിൽ നിന്ന് തെറ്റാണ്. ചേരി ചേരാ നയം എന്ന് പറഞ്ഞിട്ട് എന്തിനാ റഷ്യ എടുത്ത് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സോഷ്യലിസം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്നാൽ പിന്നെ ഞാൻ റഷ്യൻ ചേരി എന്ന് പറഞ്ഞാൽ പോരെ, അത് ഒട്ടും പറയത്തുമില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പാരമ്പര്യമായിട്ടുള്ള കാപട്യം ഏറ്റുപിടിക്കുന്ന ഒരു രീതിയാണ് സുകുമാരൻ നായരുടെ സമദൂരം. അപ്പോൾ അതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പരിഷ്കരിക്കുകയാണെങ്കിൽ സൗകര്യ ദൂരം എന്ന് പറയുന്നതാണ് ശരി. ഈ സമദൂരം പറയുന്ന ഒരുപാട് ജനിതാക്കളുള്ള സുകുമാരൻ നായർ എന്നെ തിരുവനന്തപുരത്ത് വന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ ആ വിവരമില്ലാത്തവൻ വെളിവില്ലാത്തവൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പരവൂർ വിളിച്ചിട്ട് പരവൂർ കരയോത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സതീശനെ ജയിപ്പിക്കണമെന്ന്. അപ്പോൾ ഈ NSSൻ്റെ സമദൂരവും പരവൂരും തമ്മിൽ എന്താ വ്യത്യാസം? ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്താണ് സുകുമാരൻ നായർ. അതിൻ്റെ കൂടെ ആടാൻ പറ്റിയ കുറച്ച് കരയോഗത്തിൻ്റെ നേതാക്കന്മാർ ഇരിപ്പുണ്ട്. ഇവർക്കുള്ള ഏറ്റവും വലിയ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുകുമാരൻ നായരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ RSSും BJPയും വളർന്നു വന്നത് മുഴുവൻ നായർ സമുദായത്തിൻ്റെ മടിത്തട്ടിലാണ്. ആ സമയത്തൊന്നും കേരളത്തിൽ SNDP വിഭാഗത്തിൽപ്പെട്ടവർ SNDP വിഭാഗത്തിൽപ്പെട്ടവർ RSSുമായിട്ടോ BJPയുമായിട്ടോ ഒട്ടും അടുക്കാതിരുന്ന ഒരു സമയത്ത് നായർ സമുദായത്തിൻ്റെ കൈ പിടിച്ചിട്ടാണ് കേരളത്തിൽ BJPയും RSSും വളർന്നത്. ഇത് വളർന്ന് ഇത് കംപ്ലീറ്റ് RSSൻ്റെ കയ്യിലായിപ്പോയാലോ എന്നൊരു പേടി ഈ നായർക്ക് പണ്ടേ ഉണ്ട്. അപ്പോൾ അങ്ങേരെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്ന കണ്ടി നായർ എന്നാണ് വിളിക്കുന്നത്. സുകുമാരൻ നായർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഇപ്പോൾ കണ്ടി നായർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കണ്ടി എണ്ണാനാണ് നടക്കുന്നത്. ആ കണ്ടി എണ്ണുന്ന ആ മോന് അവിടുത്തെ ശബരിമലയിലെ ശില്പങ്ങൾ പോയതിനെ പറ്റിയിട്ട് എണ്ണാൻ പറ്റത്തില്ല. അയാൾ അതുകൊണ്ടാണ് അങ്ങനെ കണ്ടി നായർ എന്ന് വിളിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങളും സ്വർണവും പോയതൊന്നും അങ്ങേര് കണ്ടിട്ടില്ല. അങ്ങേർക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല. അയാളുടെ ആകെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായർ പിടിച്ച പുലിവാലം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആകെ പ്രശ്നം ധനലക്ഷ്മി ബാങ്കിലെ മകൻ്റെ ജോലി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുത്തതും ജോലിയിൽ നിന്ന് രാജിവെച്ചതും അത് അവരെ ശമ്പളം തിരിച്ചു ചോദിച്ചതുമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ മകളെ വൈസ് ചാൻസലർ ആക്കാത്തതിലുള്ള വിഷമം കിടപ്പുണ്ട്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്തുകൊണ്ട് ഇവർ AKG സെൻറ്ററിൽ പോയി അഭയം പ്രാപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല വിഷയം വരുമ്പോഴത്തേക്ക്, മുരാരി ബാബുവിൻ്റെ വിഷയം വരുമ്പോഴത്തേക്ക് ഇത് എത്തി നിൽക്കുന്നത് പെരുന്നയിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ പെരുന്നയിലോട്ട് എത്തി നിൽക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ പിണറായി വിചാരിച്ചാലേ സാധിക്കുള്ളൂ. കാര്യം സുരേഷ് ഗോപിയെയും BJPയും അവർ നേരത്തെ തന്തയ്ക്ക് വിളിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. കോൺഗ്രസിന് കേരളത്തിലോ കേന്ദ്രത്തിലോ ഒരു ഹോൾഡും ഇല്ല. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ, കേരളത്തിൽ അഥവാ UDF വന്നു കഴിഞ്ഞാൽ തന്നെ, നമ്മുടെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ, VD സതീശൻ്റെ നേതൃത്വത്തിലാണ് ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നത് സുകുമാരൻ നായരാണ്. നോമിനേഷൻ നടക്കില്ല. ഇന്ന മന്ത്രിയെ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ അല്ല, മാത്രമല്ല അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സുകുമാരൻ നായർക്കെതിരെ കിട്ടാവുന്ന ഒരൊറ്റ കാര്യം പോലും അവർ വെറുതെ വിടത്തില്ല. പിന്നെ മൈക്രോ ഫിനാൻസ് കുംഭകോണത്തിലുള്ള ഒരു പിന്നെ സമുദായ നേതാവിന് പത്മശ്രീ കൊടുത്തു കഴിഞ്ഞാൽ വെളുക്കൂല. കാക്ക വിളിച്ച കൊക്കാവില്ല എന്ന് പറഞ്ഞ പോലെ കേസ് കോടതി നിൽക്കുകയാണ്. മാത്രമല്ല കൊലപാതക പ്രേരണയ്ക്ക് ഉള്ള ഒരു കേസ് വേറെയും കിടപ്പുണ്ട്. ഈ ഇത്രയും കേസുകൾ കിടക്കുന്ന ഒരാളെ പത്മ പോലുള്ളൊരു നോമിനേഷനെ എങ്ങനെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് BJPയുടെ സംസ്ഥാന നേതൃത്വം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ആര് ചെയ്തു എന്നുള്ളതാണ്. അത് ആര് ചെയ്താലും അത് എതിർക്കേണ്ടിയിരുന്നതും അതിൻ്റെ അവസാനത്തെ വാക്കും കേരളത്തിൽ നിന്നാണ് പോകേണ്ടത്. ഇടത് സർക്കാർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും VSനും വേണ്ടിയുള്ള നോമിനേഷൻ ഇവിടെ നിന്ന് പോയിട്ടില്ലെന്ന് അവർ പറയുന്നു. അല്ല, ഇടത് ഗവൺമെൻറ് പോയിട്ടില്ല. പക്ഷേ ഇത് എവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും അത് വീറ്റോ ചെയ്യാനുള്ള ഒരു അധികാരം കേരളത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു പത്മ അവാർഡ് കൊടുക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ നേതാക്കൾക്ക് അതിനെ സംബന്ധിച്ചിട്ട് കേന്ദ്ര നേതൃത്വത്തിനെ ബോധിപ്പിക്കേണ്ട ഒരു കടമയുണ്ട്. അത് അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ
പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ അവാർഡ് വിവാദത്തിലാകേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. കാര്യം ഈ വെള്ളാപ്പള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ BJP-യിൽ അയച്ചിട്ട് ഇദ്ദേഹം പിണറായിയോട് കാറി കയറുകയാണ്. ഇനി ഭാര്യ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുമോയെന്ന് അറിയത്തില്ല. അല്ല, വെള്ളാപ്പള്ളി കടുത്ത BJP വിരോധിയാണല്ലോ ഇപ്പോഴും. പക്ഷേ ഇവിടെ വിഷയം വന്നത് BJP-യുടെ NDA-യുടെ ഒരു ആദ്യം കൺവീനറും ഇപ്പോഴ് വൈസ് കൺവീനറുമായിട്ടുള്ള BDJS-ന്റെ നേതാവും കൂടിയായിട്ടുള്ള മകനെ ഈ നായർ ഈഴവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറാക്കി നിയമിച്ചപ്പോഴത്തേക്കാണ് സുകുമാരൻ നായർക്ക് ബോധം വന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പോകാത്തതിൻ്റെയും പഠിക്കാത്തതിൻ്റെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കതിരിൽ കൊണ്ട് വളം വയ്ക്കാം, കതിരുമല്ല ഇതിപ്പോൾ തലയിൽ നരച്ച് നാക്കി നരച്ചതുപോലെ ആയി കഴിഞ്ഞു. ഇനി കൊണ്ട് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് മുമ്പൊരിക്കൽ അദ്ദേഹം പറഞ്ഞത് നായ്ക്ക് വേണം, നായ്ക്ക് വരും വേണ്ടാത്ത പുരസ്കാരം. അതെ, ഈ പത്മ പുരസ്കാരം ഏത് പട്ടിക്ക് വേണം, ഏത് പട്ടിക്ക് വേണം, അത് എനിക്ക് കാശ് കൊടുത്താൽ കിട്ടുന്നൊരു അരിപ്രാഞ്ചിയുടെ ഒരു അന്ന് കേന്ദ്ര സർക്കാർ വെള്ളാപ്പള്ളിക്കെതിരെ നമ്മുടെ ദേശീയതയെ അപമാനിച്ച കേസ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ അവാർഡ് ലഭിക്കില്ലായിരുന്നു. ഇന്ന് പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവാർഡ് കിട്ടിയപ്പോൾ ഞാനത് അത് ശ്രീനാരായണ ഗുരുവിനുള്ള അവാർഡാണ്. പിന്നെ ശ്രീനാരായണ ഗുരു ഇങ്ങനെ മടിയിലല്ലേ ഇരുന്നത്. ഇങ്ങനെ ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ ഇത്തരം ഒരു അവാർഡിലോട്ട് നമ്മൾ രാജ്യത്തെ അവഹേളിച്ച വ്യക്തിയാണ്. അതെ, പുരസ്കാരത്തെ അച്യുതാനന്ദന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അച്യുതാനന്ദൻ്റെ ജീവിതത്തിലെ ഒരൊറ്റ കാര്യം മതി. ചൈന ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ ഇന്ത്യക്കെതിരായിട്ട് നിന്ന സമയത്തും ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കാൻ ആഹ്വാനം ചെയ്തതിൻ്റെ പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും താക്കീത് കൊടുത്ത ആളാണ് അച്യുതാനന്ദൻ. അപ്പോൾ അച്യുതാനന്ദൻ്റെ ബാക്കി എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹവും ദേശത്തോടുള്ള കൂറും, മകനോടുള്ള കൂറൽപ്പം കൂടിപ്പോയതെന്ന് കുഴപ്പമുള്ളൂ, ബാക്കി ദേശത്തോടുള്ള സ്നേഹവും കൂറിനും നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. അച്യുതാനന്ദന് കൊടുത്ത പുരസ്കാരം ന്യായമായിട്ടുള്ളൊരു പുരസ്കാരമാണ്. അദ്ദേഹത്തിൻ്റെ ഏത് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും അത് ശരിയാണ്. പക്ഷേ ഈ അവാർഡ് നിരസിച്ച ഒരുപാട് നേതാക്കളുണ്ട്. EMS-നെ പോലുള്ള ഒരുപാട് നേതാക്കൾ വേറെയുണ്ട്. എന്തായാലും ഈ NSS-ൽ ഇത് ഒരു ഗതി പിടിക്കാത്ത സാധനമായിട്ട് കുറേ ഈ എയ്ഡഡ് സ്കൂളിൽ അപ്പോയിൻമെൻ്റ് ഉള്ളത് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു സാമുദായിക സംഘടനയാണിത്. മാത്രമല്ല കേരളത്തിൽ പല ഭാഗത്തും NSS-ന് സമാന്തരമായിട്ട് ഒരുപാട് നായർ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പം പിന്നെ SNDP-ക്കും പാരലായിട്ട് ഒത്തിരി സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവരൊക്കെ ശക്തി പ്രാപിച്ചും വരുന്നുണ്ട്. ഇപ്പം മുടിയാൻ നേരത്ത് മുച്ചീർപ്പം കുരുക്കും എന്ന് പറഞ്ഞ പോലെയാണ് നായർ സമുദായത്തിലെ ഈ NSS-ൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം. ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്ന, ഡയറക്ടർ ബോർഡിലുള്ള എല്ലാ പേരും ഈ തീരുമാനങ്ങൾക്ക് ഉത്തരവാദികളും കൂടെയാണ്. സമദൂരം എന്ന് പറയുന്ന ഒരു സാധനം NSS-ൻ്റെ ഭരണഘടനയിലോ ബൈലയിലോ എവിടെയെങ്കിലും ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് ഈ സുകുമാരൻ നായർ എന്ന് പറഞ്ഞു തന്നെങ്കിൽ കൊള്ളായിരുന്നു.